ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രോപ്പ് ഫോം പരിചയപ്പെടുത്തുക. അതിൽ കൂടാണ്ട് ആ പ്രോപ്പ് ഫോമിൽ ഞാൻ എടുക്കാൻ പോകുന്ന അക്കൗണ്ട് എന്താണെന്നുള്ളതും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നോർമലി ഇപ്പം രണ്ടാമതൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ ഈ മന്ത് എൻ്റെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ഫ്യൂച്ചർ അക്കൗണ്ട് എടുക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലേ, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഫോറക്സ് മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെയാണ് ഫോറക്സ് മാർക്കറ്റ്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ എടുക്കുന്ന പോലെ ട്രേഡുകൾ പലതും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോർമലി ട്രേഡുകൾ കാര്യങ്ങൾ എടുക്കുന്ന പോലെ തന്നെയാണ് ഫോറക്സ് മാർക്കറ്റിൽ എടുക്കുന്നത്. അപ്പം അതുകൂടാണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് എന്താണ് എഫ് ആൻഡ് ഒ ഉണ്ടല്ലേ, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നമുക്ക് ട്രേഡിംഗ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫോറക്സ് മാർക്കറ്റിലും നമുക്ക് എഫ് ആൻഡ് ഓസ് കാര്യങ്ങളുണ്ട്, ഫ്യൂച്ചർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊന്ന് കണ്ടു നോക്കാനായിട്ടാണ്. സോ ഞാൻ എടുക്കാൻ പോകുന്നുണ്ട് ഈ മന്ത് എൻഡിൽ. ഞാനത് എടുത്തിരിക്കുക അക്കൗണ്ട്. കാരണം 25K അല്ലെങ്കിൽ 50Kയുടെ അക്കൗണ്ട് ആണ്. അറൗണ്ട് റീസണബിൾ റേറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും കാര്യങ്ങളും എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു വിടുക. നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വരും വീഡിയോകളിലേക്ക് ഇടാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി കൂടുതൽ ഏതെങ്കിലും വീഡിയോകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ആ വന്നിരിക്കുന്ന കമൻസിലുള്ള മേജർ കമൻറ്റുകൾ നോക്കിയിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്തു വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഫണ്ടഡ് നെസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യാനായിട്ടുള്ളത് ഫണ്ടഡ് നെക്സ്റ്റും പിന്നെ വേറെ 2-3 പ്ലാറ്റ്ഫോമും ആണ്. അതിൽ 2 പ്ലാറ്റ്ഫോമിൽ മാത്രമേ നമുക്ക് മൈ ഫണ്ടഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഫണ്ടഡ് നെസ്റ്റിൽ മാത്രമേ നമുക്ക് മന്ത്ലി സർവീസ് ചാർജ് ഇല്ലാത്തതുള്ളൂ. അതായത് മന്ത്ലി റിന്യൂവൽ പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. ബാക്കി എല്ലാത്തിലും നമ്മളത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ CFD ആയിരുന്നു, നമ്മളത് ഫ്യൂച്ചേഴ്സിലേക്ക് ചേഞ്ച് ചെയ്തു. സോ എന്നിട്ട് അവർ കൊടുക്കുന്ന ഇതിന്റെ കീ ഹൈലൈറ്റ്സ് അവർ കൊടുത്തിരിക്കുന്നുണ്ടോ, നോ ആക്ടിവേഷൻ ഫീ, നോ ചലഞ്ച് ടൈം, റിവാർഡ് ഇൻ 3 days. നമുക്ക് പേ ഔട്ട്സ് ഇൻ 3 days നമുക്ക് പേ ഔട്ട്സ് കാര്യങ്ങൾ എടുക്കാം. ന്യൂസ് ട്രേഡിംഗ് അവർ അലൗഡ് ആണ്. റീസെറ്റ് അക്കൗണ്ട്സ് ഉണ്ട്, കണ്ടോ. അപ്പൊ പിന്നെ ഡ്രൈവേഴ്സ് ട്രാൻസാക്ഷൻ മെത്തേഡ്സ്, അതായത് എൻജോയ് ഫാസ്റ്റ് ഫ്ലെക്സിബിൾ സെക്യൂർ ട്രാൻസാക്ഷൻ വിത്ത് അവർ ഡിവൈസസ്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടീഡ് റിവാർഡ് കൊടുത്തിരിക്കുന്നത്, ഗെറ്റ് റിവാർഡ് ഇൻ 24 hours, വി പേ $1,000 എക്സ്ട്രാ എന്ന് പറഞ്ഞവർ കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ അക്കൗണ്ട്സിനെ കുറിച്ച് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ അക്കൗണ്ട്സ് വരുന്നത് സ്റ്റാർ റാപ്പിഡ് ചലഞ്ച് ആണ് വരുന്നത്. സ്റ്റാർട്ട് റാപ്പിഡ് ചലഞ്ച്, ഈ ചലഞ്ചാണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പാസ്സാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പാസ്സാവാം ഉണ്ടാവും. അത് നമ്മൾ പറഞ്ഞല്ലോ, റിവാർഡ് ഇൻ 3 days. ഇതിന്റെ മെയിൻ ഹൈജർ എന്ന് വെച്ചാൽ നമുക്ക് നോ ഡെയിലി ലോസ് ലിമിറ്റ് ആണ്. നമുക്കിതിൽ ഡെയിലി ലോസ് ലിമിറ്റ് എന്ന് പറയുന്ന സോറി സോറി നമുക്കിതിൽ ഡെയിലി ലോസ് എന്ന് പറയുന്ന സംഭവമില്ല. പിന്നെ നമ്മൾ നോക്കിയാൽ കാണാം, നമുക്ക് 1 ടൈം ഫീ ഉള്ളൂ. ബാക്കി മിക്ക പ്രോപ്പ് ഫോമിലും നമുക്ക് മന്ത്ലി ഫീ ഉണ്ട്. ഇതിൽ 1 ടൈം ഫീ മാത്രമേ ഉള്ളൂ. ഇപ്പൊ 2 ചലഞ്ചാണുള്ള, ഒന്ന് റാപ്പിഡ് ചലഞ്ച് ഉണ്ട്, ഒന്ന് ലെഗസി ചലഞ്ച് ഉണ്ട്. റാപ്പിഡ് ചലഞ്ച് വരുമ്പോഴത്തേക്കും നമുക്ക് 25Kയുടെ അക്കൗണ്ട് അല്ലെങ്കിൽ 50Kയുടെ അക്കൗണ്ട്, ഇത് രണ്ടിൽ ഏതെങ്കിലുമാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ 25Kയുടെ നമുക്ക് ആദ്യം നോക്കാം. അതിന്റെ അകത്ത് പ്രോഫിറ്റ് ടാർഗറ്റ് വന്നിരിക്കുന്ന $1,500 ആണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് ടാർഗറ്റ് ട്രേഡേഴ്സ് നീഡ് ടു അച്ചീവ് ഇൻ ദ ചലഞ്ച് ഫേസ്. ചലഞ്ച് ഫേസിൽ നിങ്ങൾ ഈ $1,500 ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് പാസ്സാക്കി കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ മാക്സിമം ലോസ് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളൂ. അതായത് $1,250 നമ്മൾ ലോസ് ആയാൽ നമ്മുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആയി പോകും. നമ്മുടെ നോർമൽ ട്രേഡിങ് കാര്യങ്ങളും മറ്റേ ഫോറക്സിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. അക്കൗണ്ട് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ടെർമിനേറ്റ് ആയി കാര്യങ്ങളിലേക്ക് പോകും. അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ അകത്തും നമുക്കുള്ളത്. $1,250 ആയിക്കഴിഞ്ഞാൽ വൺസ് നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസ്ഡ് ഓൺ EOD ബാലൻസ്, അതായത് നമ്മുടെ നോർമൽ ഫണ്ടഡ് അക്കൗണ്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം. അതായത് നിങ്ങളൊരു 5% അപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പിറ്റേ ദിവസം എന്താണ് 5% നിങ്ങൾ അപ്പ് ചെയ്തതിൻ്റെയും കൂടി വെച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഡെയിലി ലോസ് അത് കാണിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ബേസ്ഡ് ഓൺ മാക്സിമം ലോസ് റിഫ്രഷ് ടോട്ടൽ amount of your account equity can decrease from the internal
balance over the entire trading cycle. It is a calculation using EOD, end of the day. അത് വ്യക്തമായിട്ട് പറയുന്നത് ബാലൻസ് ട്രെയിലിംഗ് മെത്തഡ് ബൈ കൺസിഡറിംഗ് ബോത്ത് ദ റിസൾട്ട് ടു ഓപ്പൺ ആൻഡ് ക്ലോസ് ദ ട്രേഡ്സ്. Once this limit is executed, your account will be marked as failed. The special maximum loss limit depends on the funded next challenge you have selected. അപ്പൊ ആ രീതിയിലാണ് നമ്മളപ്പോൾ അത് സൂക്ഷിക്കുക. നമ്മൾ 2% അപ്പ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ആയിക്കോ. ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്ക് അക്കൗണ്ട് ബ്രീച്ച് വരില്ല. പിന്നെ അതിൻ്റെ അകത്ത് ഒരു വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡെയിലി ലോസ് ലിമിറ്റ്സ് നോ ആപ്ലിക്കബിൾ ഫോർ ദിസ് ചലഞ്ച് ടൈപ്പ്. അതായത് ഡെയിലി ലോസ് എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ അകത്ത് ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ് നോ ആക്ടിവേഷൻ ഫീ. അതായത് നമ്മൾ ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ദർ ഇസ് നോ ആക്ടിവേഷൻ ഫീ റിക്വയർഡ് ടു ഗെറ്റ് ഫണ്ടഡ് നെക്സ്റ്റ് അക്കൗണ്ട്. അതായത് നമ്മൾ ഈ ചലഞ്ച് ഫേസ് പാസ് ആയതിനു ശേഷവും നമുക്ക് ആക്ടിവേഷൻ ഫീ അടക്കാണ്ട് തന്നെ നമുക്ക് അവരുടെ അക്കൗണ്ട് കിട്ടും. പിന്നെ മിനിമം ബെഞ്ച് മാർക്ക് ഡേയ്സ് എന്ന് പറഞ്ഞൊരു ഡേയ്സ് കൊടുത്തിട്ടുണ്ട് അവർ. അതിനകത്ത് നോ മിനിമം ബെഞ്ച് മാർക്ക് ഡേയ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് ചലഞ്ച് പാസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത്ര ദിവസം വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര ദിവസം നിങ്ങൾ കൺസിസ്റ്റൻസി റൂളായിട്ട് വന്നമെന്നോ ഒന്നും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടില്ല. രണ്ടാമത് വൺ ടൈം ഫീ ആണുള്ളത്. അതായത് ഒറ്റ തവണ നമ്മൾ ഈ $79 ഒരു തവണ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ അക്കൗണ്ട് കിട്ടും. ഇതിൻ്റെ അകത്ത് മാക്സിമം പൊസിഷൻസ് ചലഞ്ചിൽ എടുക്കാം എന്നാൽ 2 മിനി അല്ലെങ്കിൽ 10 മൈക്രോസ് ആണ്. അതായത് ഒന്നെങ്കിൽ 2 മിനി നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ 10 മൈക്രോസ് എടുക്കാം. ഇപ്പൊ അതായത് നമ്മൾ മറ്റേത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് 0.01 അല്ലെങ്കിൽ 0.505 അല്ലെങ്കിൽ 0.51 അങ്ങനെയൊക്കെയല്ലേ നമ്മൾ യൂസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് പറയുന്നത് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഈ കംപ്ലീറ്റ് വീഡിയോ ഒരു ബിഗിനേഴ്സിന് പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണ് ഇതെല്ലാം. അപ്പൊ ഇതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് 2 മിനിമം ഡേയ്സ് സോറി 2 മിനി അല്ലെങ്കിൽ 10 മൈക്രോസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് 25K അക്കൗണ്ട് നമുക്ക് അതേ പറ്റുള്ളൂ. അതുകൂടാണ്ട് മാക്സിമം പൊസിഷൻ ഫണ്ടഡ്നെസിന്റെ അക്കൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ 3 മിനിസ് എടുക്കാം, 15 മൈക്രോസ്. ഞാനിവിടെ എപ്പോഴും എടുക്കുന്നത് വെച്ചാൽ 2 മിനിസ് അല്ലെങ്കിൽ 3 മിനിസ് ഞാൻ എടുക്കുകയുള്ളൂ, അതിൽ കൂടുതൽ ഞാൻ എടുക്കില്ല. പിന്നെ കൺസിസ്റ്റൻസി ഫണ്ടഡ് അക്കൗണ്ട് ഓൺലി. ഈ ഫണ്ടഡ് അക്കൗണ്ടിൽ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവും. അതായത് അവർ പറയുന്നത് വെച്ചാൽ എ സിംഗിൾ ഡേയ്സ് പ്രോഫിറ്റ് കനോട്ട് മേക്ക് മോർ ദാൻ 40% ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ്. അപ്പൊ നിങ്ങൾ ഒരു $1000 നിങ്ങളുടെ പ്രോഫിറ്റ് ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ ആ 1000ന് മേളിലേക്ക്, അതായത് 1000ന്റെ താഴത്ത് നിങ്ങൾ നിർത്തിയിരിക്കണം. അതിന് മേളിലേക്ക് ഒരിക്കലും കൊണ്ടുപോകരുത്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് തന്നെ ദിവസം അതിന്റെ ഇരട്ടി നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. അതല്ലാണ്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് 40% നിങ്ങൾ എല്ലാ തവണ ആക്കണമെന്നല്ല, 40%-ന് മേളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതിന്റെ താഴത്തെ റേഞ്ചിൽ നിങ്ങൾ നിർത്തിക്കോ. പിന്നെ ഇതിനകത്ത് റീസെറ്റ് ഫീ ആണ് വരുന്നത്. അത് നിങ്ങളുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്ത് പോയാൽ മാത്രം രണ്ടാമത് നിങ്ങൾക്ക് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വരുന്നതാണ്. അപ്പൊ ഏറ്റവും സുഖകരമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു ഫ്രീഡത്തോടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഫണ്ടഡ് നെക്സ്റ്റിന്റെ ഫ്യൂച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് 50K അക്കൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് $129 ആണ് അതിൽ വരുന്നത്, കുറച്ച് എമൗണ്ട് കൂടുതലാണ്. അതിൻ്റെ അകത്ത് നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നതിന് 3000 സെയിം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സെയിം റൂൾസും അതേപോലെ തന്നെ. അത് പ്രോഫിറ്റ് ടാർഗറ്റും നമുക്കുള്ള ഡെയിലി ലോസും ചേഞ്ച് ആയിട്ടുണ്ട്. ഡെയിലി ലോസ് 2000 ആയിട്ട് ചേഞ്ച് ചെയ്തു, ബാക്കിയെല്ലാം അതേ റൂൾസ് തന്നെ. ഇതിൻ്റെ അത് പൊസിഷനിൽ വരുമ്പോൾ 3 മിനിയും നമുക്ക് 15 മൈക്രോസ് കൊടുക്കാൻ പറ്റും, മറ്റേതിൽ നമുക്ക് 10 മൈക്രോസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫണ്ടഡ് അക്കൗണ്ട് ആയി കഴിയുമ്പോൾ നമുക്ക് 5 മിനിയും 25 മൈക്രോസും നമുക്ക് എടുക്കാൻ പറ്റും. സെയിം തന്നെ 40% തന്നെ നമ്മൾ ആക്കാൻ പാടില്ല. പിന്നെ $129 ആണ് നമുക്ക് ഇനി അക്കൗണ്ട് അടിച്ചു പോയി രണ്ടാമത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെയാണ് നമ്മൾ 100K ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിന് വരുന്ന $279 ആണ് നമ്മുടെ ഫീസ് തന്നെ. അതേപോലെ തന്നെ 5000 ആയിരിക്കും പ്രോഫിറ്റ് ടാർഗറ്റ്, 2500 ആയിരിക്കും നമ്മുടെ മിനിമം ലോസ്. ബാക്കി എന്താണ് 5 മിനിന്റെ അകത്ത് മാത്രം ചേഞ്ച് ആവുന്നുണ്ട്. 25 മൈക്രോസ് എടുക്കാൻ പറ്റും. 7 മിനീസും 35 മൈക്രോസും നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് ആയി കഴിയുമ്പോൾ എടുക്കാം. ഇപ്പൊ 40% കൺസിസ്റ്റൻസി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. $279 അവര് നമുക്ക് ടെർമിനേറ്റ് ചെയ്ത് രണ്ടാമത് എടുക്കാനായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആസ് എ ബിഗിനർ ഫ്യൂച്ചേഴ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും 25K അക്കൗണ്ട് എടുത്താൽ മതി. അതായത് നിസ്സാര പ്രൈസ് അതിന് വേണ്ടുള്ളൂ. ആ അക്കൗണ്ട് എടുത്താൽ മതി. ആ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു, ഒരു കുഴപ്പം ഉണ്ടാവില്ല. കാരണം ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് വൺസ് നിങ്ങൾ ഫ്യൂച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഫോറക്സിന്റെ നോർമൽ ഇതിലേക്ക് നിങ്ങൾ ട്രേഡ് കാര്യങ്ങൾ എടുക്കില്ല. അത് എനിക്ക് കറക്റ്റ് കൺഫേം തരാൻ പറ്റുന്ന ഒരു കേസാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫ്യൂച്ചേഴ്സ് വാങ്ങിക്കാൻ നിൽക്കുന്നത്. ഫ്രീഡം, നമുക്ക് വേണ്ട കുറേ ഫ്രീഡം നമുക്ക് അതിൽ കിട്ടും. അപ്പൊ അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെയുള്ള ചലഞ്ച് ലെഗസി ചലഞ്ച് ആണ്.
ഈ ലെഗസി ചലഞ്ച് വരുമ്പോഴത്തേക്കും ഇതിൽ കുറച്ച് വ്യത്യാസ കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാ. ഇതിനകത്ത് അക്കൗണ്ട് സൈസ് 25K നമുക്ക് $129 വരുന്നത്. ഇപ്പൊ നമ്മൾ 50K എടുക്കണമെങ്കിൽ 249, 100K 450. അപ്പൊ നിങ്ങൾ ഓർക്കും എന്താണ് അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിപ്പോ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ. അതിനൊരു കാര്യമുണ്ട്. 50% പെർഫോമൻസ് റിവാർഡ്, അതായത് ഈ 50% പെർഫോമൻസ് റിവാർഡ് നമുക്ക് കിട്ടുന്നുണ്ട് ചലഞ്ച് ഫേസിൽ തന്നെ. അതായത് $187 അവര് നമുക്ക് ചലഞ്ച് ഫേസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് തരും. അതായത് നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് അവർ ഡെപ്പോ ആഡ് ഓൺ ചെയ്ത് തരും റിവാർഡായിട്ട്. ഇപ്പൊ 50K നോക്കണമെങ്കിൽ നമുക്ക് $375 റിവാർഡായിട്ട് തരും. 100K $900 റിവാർഡായിട്ട് തരും. ഇപ്പൊ ഇതിലും പ്രോഫിറ്റ് ടാർഗറ്റ് കാര്യങ്ങളെല്ലാം 1250 ഇതിൻ്റെ അകത്ത്. പക്ഷേ ഡെയിലി ലോസ് എന്ന് പറയുന്ന ലിമിറ്റിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അല്ലേ അവര്. നമ്മുടെ റാപ്പിഡ് ചലഞ്ചും ഇതും നോക്കുമ്പോൾ നമുക്ക് ലെഗസിയിൽ വരുന്ന ലോസ് എന്ന് വെച്ചാൽ $600. $600. അതേപോലെ തന്നെ മാക്സിമം ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 1250. അതായത് ഡെയിലി നിങ്ങൾക്ക് 600 കളയാൻ പറ്റുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് കളയാൻ പറ്റുന്ന 1250. അപ്പൊ അത് രണ്ടും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ ആക്ടിവേഷൻ ഫീ, ഇതിൻ്റെ അകത്ത് ആക്ടിവേഷൻ ഫീ ഇല്ലെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ്. പിന്നെ വൺ ടൈം ആണ് ഇതിൻ്റെ അകത്തുള്ളത്. വൺ ടൈം ഫീ മാത്രമേ ഉള്ളൂ. ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം 2 മിനിയും 20 മൈക്രോസും നിങ്ങൾക്ക് എടുക്കാം. മറ്റേതിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ 3 മിനിയും 30 മൈക്രോസും. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ 40% തന്നെ 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും നമ്മുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആയി പോയി രണ്ടാമത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ 50K നോക്കുമ്പോൾ തന്നെ നമുക്ക് സെയിം ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ട ചേഞ്ചസ് ഈ മിനിയും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ളൂ. നമ്മൾ 100K വരുമ്പോ റാപ്പിഡ് ചലഞ്ച് മാത്രം ഞാൻ എടുക്കാനായിട്ട് പറയത്തുള്ളൂ. അപ്പൊ റാപ്പിഡ് ചലഞ്ച് ആവുമ്പോ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ കാര്യങ്ങളായിരിക്കും. റാപ്പിഡ് ചലഞ്ച് എടുക്കണമെങ്കിൽ 25 അല്ലെങ്കിൽ 50K മാത്രം എടുത്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം നമ്മൾ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കേസായിരുന്നു അല്ലേ. അപ്പൊ ഈ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ഓൺ ആവേണ്ടവര് നമ്മുടെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങൾക്ക് പ്രീമിയം ആക്സസ് തരും. കാരണം നിങ്ങൾക്കറിയാം, ഒരിക്കലും ഒരാളും ഒരു സർവീസും ഫ്രീ ഓഫ് കോസ്റ്റിൽ ആർക്കും കൊടുക്കുന്നില്ല. നമ്മൾ നിങ്ങൾക്ക് 8000 ഇന്ത്യൻ റുപ്പി നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് സർവീസ് ചാർജ് ഉണ്ട്. നമ്മൾ 4000 നിങ്ങളുടെ കയ്യിൽ നിന്ന് മന്ത്ലി സർവീസ് വാങ്ങുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നൽസിന്. അപ്പൊ അങ്ങനെ സിഗ്നൽസ് വേണമെന്ന് ഉള്ളവരും മാത്രം അക്കൗണ്ടിൽ കയറുക. അല്ലാത്തവര് ജസ്റ്റ് ലീവ് ചെയ്ത് നിൽക്കണം. നിങ്ങൾ സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജിയിൽ ട്രേഡ് കാര്യങ്ങൾ എടുത്ത് പോവുക. നമ്മള് കാരണം ഒരാൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നില്ല എന്താണ് ട്രേഡിംഗ് എന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ഒരു എൻട്രി എടുക്കണം എക്സിറ്റ് എടുക്കണം ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം ഫ്രീ ഓഫ് കോസ്റ്റിൽ ആരും ചെയ്യുന്നില്ല. അങ്ങനെ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണത്. കാരണം ഇപ്പൊ ഒന്നെങ്കിൽ IR റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ IB ഉണ്ടാവും അവർക്ക്. ഈ IB എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ബ്രോക്കർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇതിൽ നിങ്ങൾ അക്കൗണ്ട് എടുത്തു എന്ന് പറയും. നമ്മൾ ഒരിക്കലും നിങ്ങളെ ഫോഴ്സ് ചെയ്ത് ഇന്ന ഇതിൽ അക്കൗണ്ട് എടുക്കുക, ഇതിൽ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് എടുക്കുന്നവർക്ക് ഫണ്ടമെന്റൽസ് മാത്രമാണ് ഫ്യൂച്ചേഴ്സിൽ കിടക്കുന്നത്. അപ്പം പിന്നുള്ള വേറെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഫണ്ടമെന്റൽസ് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് തരുന്നതായിരിക്കും. സോ അപ്പം നമ്മുടെ അക്കൗണ്ട് സർവീസ് കാര്യങ്ങളും അതേപോലെ തന്നെ ഫോറക്സ് നമ്മൾ നിർത്തിയിട്ടില്ല കേട്ടോ. ഫോറക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് സർവീസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ മെയിൽ ഐഡിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട്. അപ്പം ഇപ്പോഴും നമ്മുടെ അക്കൗണ്ട് സർവീസ് ഒക്കെ റണ്ണിങ് ആണ്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.